മമ്മി, അത് ഞാൻ മമ്മിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടെ ചേർത്ത് സ്റ്റാറ്റസ് ഇട്ടോളാം. മമ്മി, ഇന്ന് സൺഡേ സ്കൂളിലെ എക്സാം. ഓ, സൺഡേ സ്കൂളിന്റെ ആയിരുന്നോ? ഞാൻ കരുതി സ്കൂളിലെ ആണ്. സൺഡേ സ്കൂളിന്റെ എല്ലാം നിനക്ക് അറിയാവുന്നല്ലേ ഉള്ളൂ. മമ്മി, സ്കൂൾ റിവിഷൻ എല്ലാം കഴിഞ്ഞു. ഇനി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കേ. അതെ, മോളങ്ങ് അറിയാമെന്ന് വെച്ചാൽ എഴുതിയാൽ മതി. മമ്മിയുടെ പണി ഇപ്പോഴാണ് വന്ന് കഴിഞ്ഞത്. മമ്മി ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ആ ശരി. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ചു, കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചയോ? കാഴ്ച എന്ന് പറയുന്നത് ഗിഫ്റ്റ്. മോൾക്ക് അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവർക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ, അതാണ് കാഴ്ച. യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അതാരാ മമ്മി? ഓ, അതോ, ആ പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അതെവിടെയാ പപ്പ? അതാ സിറിയയിലാണെന്ന് തോന്നുന്നു. നീ ആ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. അയ്യോ, സൺഡേ സ്കൂൾ എക്സാമിന്റെ ടൈം ആകുന്നു. ആ, പരീക്ഷയൊക്കെ അല്ലേ. നീ ആ ബൈബിൾ എടുത്ത് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും. നീ സംഗീതം എടുത്ത് വായിച്ചേടി കൊച്ചേ. സങ്കീർത്തനം 23. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട് ഉണ്ട. അയ്യോ. ആ ബാക്കിയൊന്ന് വായിച്ചേ. ഇതിന്റെ ചാർജ് തീർന്നു. ആ, ബാക്കി അറിയില്ലേ? പപ്പ ഒന്ന് പറ. അത് കുഴപ്പമില്ല. മോളെ, സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് പോകാൻ ടൈമായി. വേഗം പ്രാർത്ഥിച്ചിട്ടിറങ്ങി. എടി, സൺഡേ സ്കൂൾ പരീക്ഷ കഴിയാൻ സമയമായില്ലേ? കൊച്ചിതുവരെ എത്തിയില്ലല്ലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. ആ, വന്നു തോന്നുന്നു. മോളെ, സൺഡേ സ്കൂൾ എക്സാമിന് എല്ലാം എഴുതിയായിരുന്നോ? ആ, എഴുതി മമ്മി. എന്തൊക്കെയാ ചോദിച്ചത്? യേശുവിന്റെ ജനനത്തെ പറ്റിയും സ്നാനത്തെ പറ്റിയും ദേവാലയത്തിൽ പോയതും അത്ഭുത പ്രവർത്തികളും എല്ലാം ചോദിച്ചു. ആ, എല്ലാം മോള് പഠിച്ചതാണല്ലോ. അതേ മമ്മി, എല്ലാം എഴുതി. ഫസ്റ്റ് പ്രൈസ് കിട്ടോ? അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ലവരും കൊണ്ടുപോവോ? ഞാൻ എല്ലാം എഴുതി മമ്മി. ഇനി മോളും സ്കൂളിലത്തെ റിവിഷൻ ചെയ്തോ? ആ, ഇതാരാ? അന്നമ്മ ചേട്ടത്തിയോ? ആ, വന്നാട്ടെ. വായിക്കും. അന്നമ്മ ചേട്ടത്തി, എല്ലാം ഉണ്ട് വിശേഷം? സുഖം തന്നെ ബ്രദറെ. ബ്രദറിനെ ഈ ആഴ്ച പ്രേയറിനൊന്നും കണ്ടില്ലല്ലോ. ഓ, ഇപ്പൊ പ്രേയറൊക്കെ കണക്കാന്നേ. ഭയങ്കര ബോറിംഗ് അമ്മേ. മാത്രമല്ല, ആഴ്ചയിൽ 3 ദിവസമൊക്കെ ആരാധന കളിക്കുന്നത്. അതും 2-3 മണിക്കൂർ. എല്ലാം പഴയ വിഷയം തന്നെ പ്രസംഗിക്കുന്നത്. പുതിയ ഒരു പോയിന്റ് പോയില്ല. കേട്ടത് തന്നെ വീണ്ടും 2-3 മണിക്കൂർ മനുഷ്യന്റെ നാട്ടുകൂടി. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് എപ്പോഴും നല്ലത്. ഇപ്പോഴുള്ള എത്ര നല്ല പോയിന്റുള്ള പ്രസംഗങ്ങളാണ് നമുക്ക് യൂട്യൂബിലും ടിവിയിലും ഒക്കെ കിട്ടുന്നത്. സമയം എത്ര ലാഭം. ടൈം ഈസ് മണി എന്നല്ലേ? അത് ശരിയോ? ഇപ്പോഴത്തെ എല്ലാം നമുക്ക് ഫോണിൽ കിട്ടുമല്ലോ. എന്നാലും ഇത്രയും നല്ല സെറ്റപ്പുള്ള വലിയ സഭയിൽ പോയാലല്ലേ നമ്മുടെയൊക്കെ പിള്ളേരുടെ കല്യാണോ നാളെ ഒരു അടക്ക ശുശ്രൂഷ കിട്ടത്തുള്ളൂ. അതാ ഞങ്ങളുടെ പിന്നെ സെറ്റപ്പെട്ട സമയത്തൊക്കെ നിൽക്കുന്നത്. അത് ശരിയാ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ കടിച്ചു പിടിച്ച് ഇവിടേക്ക് തന്നെ നിൽക്കുന്നത്. ഇല്ലേ ഞങ്ങൾ എന്നേ ഇവിടെ നിന്ന് പോയേനെ. ചുമ്മാതാണോ ഞാൻ നമ്മുടെ ഇൻഡിപെൻഡന്റ് ചർച്ച് വിടാതെ? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സിസിലിയുടെ അടക്കമായിരുന്നു. എന്നാ ശുശ്രൂഷയായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഏജ് ചർച്ചിൽ കിട്ടുമോ? പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെ നിന്നാ പോലാണോ? അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റാ. നമ്മുടെ പാസ്റ്റർക്കും വിശ്വാസികൾക്കും ഒന്നും അറിയത്തില്ല. പിള്ളേർ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ എവിടെയൊക്കെ പോകണം? ആ, ഇതിനെപ്പറ്റിയ പാസ് കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച് 2 വള്ളത്തിൽ കാല് വെക്കുന്ന അവസാനം വെള്ളത്തിൽ വീഴും. അങ്ങനെ ചേട്ടൻ സൂക്ഷിച്ചോട്ടോ, അതാ നല്ലത്. അതൊക്കെ പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് വന്നല്ലോ. ആ രാജുവിന്റെ മോനാ ഫസ്റ്റ്. നിങ്ങളുടെ മോൾ എക്സാം എഴുതിയില്ലേ? ഓ, സെക്കൻഡ് ആയിരിക്കും. അല്ല, അത് ടീനൊക്കെയാ. എടേ ജിന്നു, നീ എല്ലാം എഴുതിയെന്നല്ലേ പറഞ്ഞത്? എഴുതി മമ്മി. ആ, ഞാൻ എന്റെ ടീച്ചറോടൊന്ന് ചോദിക്കട്ടെ. അതെ ടീച്ചർ, ജിന്നു എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ മാർക്ക് വന്നപ്പോൾ എന്നെ എന്തിനാണേ?
എഴുതിയനുസരിച്ചേ മാർക്കിടാൻ പറ്റൂ. ടിൻഡു എന്തൊക്കെ എഴുതിയെന്ന് ചോദിച്ചു നോക്കിക്കേ. ഞാനെല്ലാം ചോദിച്ചിട്ടാ വന്നേ. എന്റെ കൊച്ചു മിടുക്കിയ, അവളെല്ലാം എഴുതിയിട്ടുണ്ട്. എന്നാ പിന്നെ പാസ്റ്ററും ചോദിച്ചത് തന്നെ കാര്യം. ഞാൻ കഷ്ടപ്പെട്ട് ബൂസ്റ്റും ഹോർലിക്സും കൊടുത്ത് പഠിപ്പിച്ചതാ. കൂടെ ഞാനും വിളിച്ച്. എവിടുത്തെ പ്രശ്നം? പാസ്റ്റർ പിന്നെ എല്ലാം എഴുതുന്നാ പറയുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റ് ഇല്ല സെക്കൻഡ് ഇല്ല. ഇത് എവിടുത്തെ പരിപാടിയാ? ഇത്രയുള്ള പ്രശ്നം. ഇപ്പൊ പ്രിപ്പയർ. അത് മതി. ടീച്ചർ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേ. ഇതാ പാസ്റ്റർ. ടിൻഡു ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എരിഹോ മുതൽ തകർത്തതാരാ? ഞാനെങ്ങുമല്ല, അതാ ഷോണും ആശീറും. അവന്മാരോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മതിലേ കയറി ചാടല്ലേ. അവന്മാരോട് ചെന്ന് ചോദിക്കും. പാസ്റ്ററെ, എന്നിട്ടുണ്ട് അത് നാശമൊന്നും ഉണ്ടാക്കുന്ന കൊച്ചല്ല. ഗുഡ്വിയാണ് അവള്. ഇനി അഥവാ വല്ല കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പൈസ ഞാനങ്ങ് തരത്തില്ലേ. അത് എങ്ങനെ മാർക്ക് കുറച്ച് കൊള്ളാവോ? ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതുന്നത് മനസ്സിലായല്ലോ. ഇത് പണ്ട് പഴമക്കാർ പറയുന്നത് പോലെ മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ കൽപ്പന എന്ത്? അത് അനുസരിച്ചോ? അത് ആർക്ക് കൊടുത്തു? എന്നിട്ട് എന്ത് പറ്റി? ഹവ്വ ആദത്തിനോട് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അത് അനുസരിച്ച് അതാ പറ്റിയത്. എൺവാക്ക് കേൾക്കുന്നവൻ പേര്. അത് പോട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യേശുവിന്റെ ജനത്തെ പറ്റി ആദ്യം പറഞ്ഞത് ആര്? അത് മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി യേശുവിന് വിദ്യാർത്ഥിമാർ എന്തൊക്കെ കാഴ്ചകളാണ് അർപ്പിച്ചത്? അത് സോപ്പും പൗഡറും ഇടാൻ ദിവസം. മോളെ, മമ്മിയല്ലേ പറഞ്ഞത് വീട്ടിലെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയാണെന്ന്. ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുമെങ്കിൽ നാം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. ഇത്രയൊക്കെ ആയില്ലേ? ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം. യേശുവിന് എന്തെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അത് ഞാൻ എഴുതി. അത് വലിയൊരു ഉത്തരമാണ്. ഞാൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ആ ആൻസർ ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വായിക്കാം. യെരൂശലേമിൽ നിന്ന് എരിഹോയിലേക്ക് ഒരു മനുഷ്യൻ പോകുകയായിരുന്നു. വഴിയിൽ വെച്ച് കൊള്ളക്കാർ അവനെ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷ്യൂ മൃഗപ്രായനാക്കി കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ചത് 12 കുട്ടയോട് നിറച്ചു. അതിൽ ഒരു കുട്ട ഇസ്കരിയോത്ത് യൂദ ദേവാലയത്തിൽ കാളകളെ വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. എന്തായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ബാക്കി കൂടി വായിക്കണം. ഓ മതി, എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കാം. ലോകത്തിന്റെ വിജ്ഞാപനത്തെ പറ്റി പഠിപ്പിക്കാനെടുക്കുന്ന സമയവും ശ്രമവും വേദപുസ്തകത്തിന് വേണ്ടി എടുത്തിരുന്നു എങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നാം കാണേണ്ടി വരുന്നതായിരുന്നു. നമ്മുടെ തലമുറ ദൈവത്തിൽ വരണമെങ്കിൽ നാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ വേണ്ടതൊക്കെ നിങ്ങൾ കിട്ടുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നല്ല അടക്കവും പ്രതീക്ഷിച്ച് നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർപ്പ് നഷ്ടപ്പെടും. ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. ശ്രമിച്ചവർക്കും ശ്രദ്ധിച്ചവർക്കും എല്ലാവർക്കും നന്ദി, സ്തോത്രം.